ബി.ജെ.പിക്കും സി.പി.ഐ.എമ്മിനും ഇടയിലുള്ള ഒരു പാലമായാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ കുടുംബം പ്രവർത്തിക്കുന്നത്. മകൻ ബി.ജെ.പിയുടെ സഖ്യകക്ഷിയുടെ നേതാവ്. വെള്ളാപ്പള്ളിയാണെങ്കിൽ പിണറായി വിജയൻ്റെ സ്തുതിപാഠകൻ. പിണറായി വിജയനും വെള്ളാപ്പള്ളിയെ നല്ലപോലെ പ്രശംസിച്ച് തള്ളുന്നുണ്ട്. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച SNDP യോഗത്തിൽ ഏറ്റവും കൂടുതൽ കാലം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് കുമാരനാശാനേക്കാൾ കാലം ഇരുന്ന് സേവനമനുഷ്ഠിച്ച മഹത് വ്യക്തി എന്നൊക്കെയാണ് വെള്ളാപ്പള്ളിയെ പുകഴ്ത്തി തള്ളുന്നത്. ഒന്ന് ആലോചിക്കണം, എന്തൊരു ഗതികേടാണ് SN ട്രസ്റ്റിന് സംഭവിച്ചിരിക്കുന്നത്. ഒരു കള്ള് കച്ചവടക്കാരൻ ആ സീറ്റിൽ കയറി ഇരുന്ന് നിരങ്ങുന്നതിന് കയ്യും കണക്കുമില്ല. ഗോകുലം ഗോപാലിനെ പോലുള്ളവർ, പ്രത്യേകിച്ചും അതിൽ കൃത്യമായി ശബ്ദമുയർത്താൻ കഴിവും പ്രാഗൽഭ്യവുമുള്ള അങ്ങനെയുള്ളവരെ പോലും പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കാനും അവർക്കെതിരെ നടപടിയെടുക്കാനും മാത്രം ഉന്നത പിടിപാടുള്ള വെള്ളാപ്പള്ളി നടേശൻ. ഗോകുലം ഗോപാലൻ SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരാൻ പലകുറി പലരും ആഗ്രഹിച്ചിരുന്ന സമയമുണ്ടായിരുന്നു. ഇടതുപക്ഷവുമായി നല്ല രീതിയിൽ സൗഹൃദം പുലർത്തുന്ന ഗോകുലം ഗോപാലിനെ പോലും തള്ളിയിട്ടുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ എന്ത് മറിമായമാണ് അവിടെ കാട്ടിക്കൂട്ടിയത്. വെള്ളാപ്പള്ളിയുടെ വലങ്കൈയായിരുന്ന KK മഹേശൻ നിരവധി തവണ അദ്ദേഹത്തെ ചൊടിപ്പിക്കുന്ന രീതിയിൽ പല സത്യങ്ങളും വിളിച്ചു പറയും എന്ന് പറഞ്ഞു. അതുമാത്രമല്ല, ശിവഗിരി മഠത്തിൽ സ്വാമി ശാശ്വതീകാനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട വിഷയം, അതുൾപ്പെടെ വെള്ളാപ്പള്ളിയിലേക്ക് വിരൽ ചൂണ്ടുന്ന നിരവധി സംഭവങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴിതാ അടൂർ പ്രകാശ് മാത്രമല്ല, കോൺഗ്രസിനകത്തെ ഈഴവരായിട്ടുള്ള നേതാക്കൾ PM സുധീരനായിക്കോട്ടെ, K സുധാകരനായിക്കോട്ടെ, എല്ലാവരും കൃത്യമായി രംഗത്ത് വരികയാണ്. വെള്ളാപ്പള്ളി നടേശൻ VD സതീശനെ കയറി അങ്ങ് ചൊറിഞ്ഞതുകൊണ്ട് എല്ലാം നേടിക്കളയാം, അതുവഴി പിണറായി സ്തുതി ഒന്നുകൂടി പിടിച്ചു പറ്റാം എന്ന് വിചാരിച്ചെങ്കിൽ അത് പണി പാലും വെള്ളത്തിൽ കൊടുക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കൃത്യമായി കോൺഗ്രസ് നേതൃത്വം പറഞ്ഞിരിക്കുന്നത് UDF അധികാരത്തിൽ വന്നാൽ വെള്ളാപ്പള്ളിയുടെ ചീട്ട് കീറും എന്നുള്ളതാണ്. 100 100-ൽ കൂടുതലോ സീറ്റുമായി UDF അധികാരത്തിലെത്തിയാൽ SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനം താൻ രാജിവെക്കാം എന്ന് പറഞ്ഞ സ്ഥിതിയിൽ നിന്നും കൃത്യമായി UDF നേതാക്കൾ പറയുന്നു, UDF അധികാരത്തിൽ വന്നാൽ വെള്ളാപ്പള്ളിയെ ജയിലിലടയ്ക്കും എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. മുൻപ് VS അച്യുതാനന്ദനും പറഞ്ഞിട്ടുണ്ട്, മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ വെള്ളാപ്പള്ളിയെ മകനെയും അഴി എണ്ണിക്കും ഉണ്ട തീറ്റിക്കും എന്നൊക്കെ. പക്ഷെ അതൊന്നും യാഥാർത്ഥ്യമായില്ല. VSനെ പരമാവധി രാഷ്ട്രീയപരമായി ദ്രോഹിക്കാൻ ശ്രമിച്ചവരുടെ കൂട്ടത്തിൽ വെള്ളാപ്പള്ളിയുമുണ്ട്. വെള്ളാപ്പള്ളി ഏറെ ഭയന്നിരുന്നു VSന്റെ പല വാക്കുകളും. എന്നിട്ട് വെള്ളാപ്പള്ളി തന്നെ പറഞ്ഞു, ഒരു ഈഴവനായ VS പോലും തന്നെ ദ്രോഹിക്കാൻ മുൻപന്തിയിൽ നിൽക്കുന്നല്ലെന്ന്. ഈഴവ സമുദായത്തെ മൊത്തം കുട്ടിച്ചോറാക്കി ദ്രോഹിച്ച് അവരെ ഞെക്കിപ്പിഴിഞ്ഞ കാശും കൊണ്ട് സുഖിച്ച് തിന്നു ഉണ്ടുറങ്ങി ജീവിക്കുന്ന വെള്ളാപ്പള്ളിയെയും കുടുംബത്തെയും ഏത് ഈഴവനാണ് സ്നേഹിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. കൃത്യമായി ആ സമുദായത്തിൻ്റെ നാശം മാത്രം കാണാൻ ആഗ്രഹിക്കുന്ന, കൃത്യമായി സങ്കുചിത രാഷ്ട്രീയ ചിന്താഗതിയും അതിനുവേണ്ടി എന്ത് രീതിയിലുള്ള വൃത്തികേടുകളും കാട്ടിക്കൂട്ടാൻ വേണ്ടിയുള്ള ശ്രമം. കൃത്യമായി പറഞ്ഞാൽ നമുക്കറിയാം, വണ്ടിച്ചെക്ക് കേസിൽ ഇടയ്ക്ക് തുഷാർ വെള്ളാപ്പള്ളി ജയിലിലേക്ക്, അജ്മാൻ ജയിലിലേക്കായ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യം അതുൾപ്പെടെ വിരൽ ചൂണ്ടുകയാണ്. ഏതായാലും അടൂർ പ്രകാശ് ഒരു കാര്യത്തിലും വിട്ടുവീഴ്ചയില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. വെള്ളാപ്പള്ളിക്ക് കഷ്ടകാലം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു.